വലിയ മുന്നേറ്റം, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റമാണ്. ധർമ്മടം പോലുള്ള സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി 1, 2, 3 റൗണ്ടിൽ പിന്നിൽ പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനവികാരം എത്രമാത്രം പിണറായി വിജയന് എതിരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വലിയ മുന്നേറ്റമാണ് ഇന്ന് കേരളത്തിൽ ഇന്ന് UDF ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 16 ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ 16 എന്ന് സൂചിപ്പിച്ചതാണ്. അത് വെറുതെ പറഞ്ഞല്ല, 16 നേടുമെന്ന് ആദ്യ റൗണ്ടുകൾ 2-3 റൗണ്ട് പിന്നിട്ടപ്പോൾ തന്നെ അതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 4 സീറ്റുകൾ നിലമ്പൂരും അതുപോലെ തന്നെ താന്നൂരും തവനൂരും പൊന്നാനിയും, ഈ 4 സീറ്റുകളിലും വലിയ മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞു. നിലമ്പൂർ നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ചതാണെങ്കിലും ബാക്കി വരുന്ന 3 സീറ്റുകളിലും വലിയ മുന്നേറ്റമാണ് UDF നടത്തുന്നത്. 16 എന്നത് യാഥാർത്ഥ്യമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ കേരളത്തിലും വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷക്കാലത്തെ ഈ ഭരണം അവസാനിക്കുന്ന UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സുദിനമാണ്. ആ സുദിനം ഇന്ന് കേരളം മുഴുവൻ ആഘോഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഘടകങ്ങളും ഒരുമിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. UDFനോടൊപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. UDFൻ്റെ വോട്ട് മാത്രമല്ല, പല കേന്ദ്രങ്ങളിലും LDF വോട്ട് UDFന് അനുകൂലമായി വരും എന്ന് ഞങ്ങൾ നേരത്തെ അടിവരയിട്ട് പറഞ്ഞതാണ്. ധർമ്മടം തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം. അവിടെ 1, 2, 3 റൗണ്ടുകളിലൊന്നും ഞങ്ങൾ UDF ലീഡ് ചെയ്യാറില്ല. അവിടെയൊക്കെ ലീഡ് ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ LDFകാർ പോളിംഗ് ബൂത്തിൽ പോയി UDFന് വോട്ട് ചെയ്തു എന്നതിൻ്റെ തെളിവായിട്ട് അതിനെ കാണേണ്ടി വരും. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.